കാര്യങ്ങളും അങ്ങ് ദൂരെ കിടക്കണേ. രാജീവ് ഈ പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ അഭിനയം ഓക്കെ രാജീവ് അത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞ രാജീവ് എനിക്കൊരു പാട്ട് ചെയ്താൽ കൊള്ളാം എന്നുള്ളത് തന്നെയായിരുന്നു ഞാൻ രാജീവിനോട് ആദ്യം പറഞ്ഞത്. അപ്പോൾ രാജീവ് എനിക്ക് അതിനൊരു റെഫറൻസ് തരികയും ഞാനൊരു ഹമ്മിങ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ അൻവറേട്ടൻ അതിന് ലിറിക്സ് എഴുതി തരുന്ന എല്ലാം കൊണ്ടും അത് കമ്മട്ടിപ്പാടത്തിലെ ഗംഗ ക്യാരക്ടർ പോലെ ആ പാട്ടും എല്ലാം കൊണ്ടും മാച്ചായിരുന്നു, എഴുത്തുകൊണ്ടും എല്ലാം കൊണ്ടും. ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു 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 കമ്പോസിഷനാണത്. എനിക്കിഷ്ടമായെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിൽ കുറച്ച് ഡിസിഷൻ എടുക്കാവുന്ന ആൾക്കാർ 1-2 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരടുത്ത് പറയുമ്പോൾ എല്ലാം ഓരോ പാട്ടുകൾ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു റാഫിക്കാട പടത്തിൽ ഒരു പാട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓർഡിനറി ഡയറക്റ്റ് ചെയ്ത പുള്ളിയുടെ പടത്തിലൊരു പാട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. വേറെ ഒരു 4 പാട്ട് അല്ലാതെ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കുറച്ച് ആത്മീയമായിട്ട് കുറച്ച് കൂടുതൽ ചിന്തിക്കാറുണ്ട്. പുസ്തകങ്ങൾ അതിലുള്ള കാര്യങ്ങൾ കൂടുതൽ വായിക്കാറുണ്ട്. അതിലോട്ടാണ് ചിന്തകൾ. അതുകൊണ്ട് ഉത്തരങ്ങളെല്ലാം അത് തന്നെയാണ്. മ്യൂസിക്കും സംഗീതവും ഡാൻസും അങ്ങോട്ട് ചേരുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തൊരു സന്തോഷം എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും ഫ്രീഡം ഉള്ള ഒരു ഏരിയയാണ് വില്ലൻ റോളുകൾ. എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചില ഡയറക്ടേഴ്സിന് ഇന്നത് തന്നെ ആയിരിക്കണം എന്നുണ്ടെങ്കിലും ഫ്ലിപ്പായിട്ട് അഭിനയിക്കാമല്ല, അതിനൊരു ഫ്രീഡം അല്ലേ. അപ്പോൾ അത് കുറച്ച് ഈസിയാണ്, അത്രേ ഉള്ളൂ. അത് ഫിസിക്കലി ഉണ്ടാകുന്ന ആക്സിഡൻസ് ആണ് ഞാനിപ്പോൾ അങ്ങനെയുള്ള പടത്തിൽ നിന്ന് തെലുങ്കിൽ നിന്നെല്ലാം മാറുന്നത്. തെലുങ്ക് പടത്തിൽ പോയാൽ 6 ദിവസമാണെങ്കിൽ 6 ദിവസം കെട്ടി തൂക്കിയിട്ടിടിക്കുക. അപ്പോൾ ആ പരിപാടി ഞാൻ നിർത്തി. ഒന്ന് പ്രമുഖ മുഖ്യൻ, ബഹുമാന്യനായ മുഖ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. ഉറക്കത്തിൽ നിന്നാണ്. ഓക്കെ. പിന്നെ ലാലേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ വിളിച്ചത് സന്തോഷമുണ്ടായി. പ്രമുഖ ആൾ വിളിച്ചപ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു. ലാലേട്ടനൊക്കെ എതിരാളിയാ. ദൈവമേ. ഞാൻ ഒരു കാര്യം പറയാട്ടാ. ഞാൻ മെയിനായിട്ട് 2 കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഇപ്പോൾ ആലോചിച്ചാൽ ഒന്ന്, ഞാൻ എന്താണ് ഇത്ര നാൾ മീഡിയയിൽ വരാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം ഓർമ്മ എല്ലാവരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാതിരുന്നത്? ഞാൻ എന്നെ വിലയിരുത്താറുണ്ട്. ഞാൻ അഭിനയിച്ചാവുന്ന പടങ്ങൾ എല്ലാം വെച്ചിട്ട് ഞാൻ എന്നെ വിലയിരുത്തും. എനിക്കപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ ആധികാരികമായിട്ട് ജനത്തിൻ്റെ മുമ്പിൽ വന്നിരുന്ന്, അത് 80കളിലും 90കളിലെ ആദ്യവും 70കളിലെല്ലാം സിനിമ കണ്ട അതേ ആൾക്കാർ നിൽക്കുമ്പോൾ കുറച്ച് നാളായിട്ടുള്ള സിനിമകൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടോ ചെയ്തിട്ടോ എനിക്കതിനെക്കുറിച്ച് അത്ര ആധികാരികമായിട്ടൊരു നടനാന്ന് പറയാനായിട്ടുള്ള അധികാരം എനിക്കില്ല എന്ന് ഞാൻ തന്നെ വിലയിരുത്തിയിട്ടാണ് ഞാൻ മീഡിയയിൽ വരാതിരുന്നത്. അതാണ് എൻ്റെ യഥാർത്ഥ സത്യം. കമ്മട്ടിപ്പാടം ഒരു അംഗീകാരം ആരെങ്കിലും അംഗീകരിക്കട്ടെ എന്നിട്ട് ഞാൻ വരാമെന്നുള്ളത്. ഞാൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിൽ ഞാൻ അന്ന് തന്നെ ആലോചിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും മീഡിയയിലോട്ട് വന്ന് തുടങ്ങുമെന്ന്. ഇതാണ് ഞാനൊന്ന് വരാതിരുന്നത്. പിന്നെ ഒരു കാര്യം, വ്യവസ്ഥ പരിപാടി ഞാൻ പറഞ്ഞു, എനിക്കതിൽ വിശ്വാസമില്ല എന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ച വ്യവസ്ഥ സന്തോഷമാണെങ്കിലും ഷുഗറുള്ള ഒരാൾക്ക് മധുരം കൊടുക്കണ്ട എന്നുള്ള സത്യത്തിലായിരുന്നു. എൻ്റെ ലൈഫിൽ അങ്ങനെ ഇല്ല. എനിക്കത് ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് തോന്നിയത്. ഞാനതിൽ താഴെ കണ്ട 1-2 വാക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, അവാർഡ് കിട്ടിയ വിനായകൻ്റെ ആദ്യ റിയാക്ഷൻ എന്നുള്ളതാണ്. അതൊരു ആർട്ടിഫിഷ്യൽ റിയാക്ഷൻ ആകരുത്. ജയിലിലോട്ട് പോകുമ്പോഴും ജിലേബി കഴിക്കണം, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ജിലേബി കഴിക്കണം. ഇപ്പോൾ ഞാനും കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് വർക്കൗട്ടാവില്ല. എൻ്റെ മദറിനെ അതിൽ വിളിച്ച് വരുത്തരുത് ആരും. അതൊരു ആർട്ടിഫിഷ്യൽ പ്രോസസ്സാണ്. എനിക്കതിൽ താല്പര്യമില്ല. അതാണ് തട്ടിക്കളഞ്ഞത്. അതിൽ
എന്നെ സപ്പോർട്ട് ചെയ്ത മീഡിയ എന്ന് തന്നെ എനിക്ക് കുറേ ആൾക്കാർ അത് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് മാറാൻ പറ്റില്ല. ഞാൻ വിനായകൻ തന്നെയാണ് എന്നും. ഡെഡിക്കേഷൻ അങ്ങനെ പറയുന്നതിലും നല്ലതേ ഇതും പുസ്തകങ്ങളിൽ നിന്നുള്ള വാക്കുകളായിരിക്കും. പ്രയത്നിച്ചാൽ നടക്കുമെന്ന് അല്ലേ? അങ്ങനെ അത് വാക്ക് കറക്റ്റ് അല്ലേ? അതിൻ്റെ ഉത്തരവാണ് അത് തന്നെയാണത്. അതിന് കഷ്ടപ്പാട് പലതും ഉണ്ടാവും. ഞാൻ എൻ്റെ വീട് പല ആൾക്കാരും കണ്ടതല്ലേ. ആ വീട്ടിൽ കൂരയുണ്ട്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഞാൻ വന്നത് റെയിൽവേ ട്രാക്കിലോട്ടാണ്. റെയിൽവേ ട്രാക്കിൽ നിന്ന് നടന്ന് കാണാൻ കഴിഞ്ഞ് പിന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിലാണ്. അവിടെ എൻ്റെ സുഹൃത്തുക്കൾ വീടില്ല, കുടിയില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനെങ്ങനെ എൻ്റെ സങ്കടം പറയും? എനിക്ക് കൂരെങ്കിലും ഉണ്ട്. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, മഴ വന്നാൽ അവർക്ക് പുതച്ച് മൂടാൻ തുണിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞതിൽ എന്താ കാര്യം? ഇല്ല, ഞാൻ അങ്ങനെ സെലക്റ്റീവ് ആകില്ല. അത്രയും പടമില്ല, സെലക്റ്റീവ് ആകാൻ പടമില്ല. അതാണ് എൻ്റെ റിയാലിറ്റി. അത്രയും പടമില്ല, സത്യം അതാണ്. അത്രയും പടമില്ല സെലക്റ്റീവ് ആകാൻ. എത്ര പടം വന്ന് ഒന്ന് ആലോചിച്ചാൽ 15 കൊല്ലം എത്ര പടം വന്ന് ആണ്. പക്ഷേ നല്ല പടം വന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചാൽ നടക്കില്ലല്ലോ. ഒരു ഡയറക്ടർ തന്നെ, ഞാൻ അതും നേരത്തെ പറഞ്ഞതാണ്, ഒരു 80കളിലോ അല്ലെങ്കിൽ 90കളുടെ ആദ്യം ഞാൻ ആ സമയങ്ങളിലൊക്കെ പടം കണ്ടിരുന്ന ആളാണ്. നല്ലോണം സിനിമ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. പിന്നെ ഒരു ടൈമിൽ ഞാനത് നിർത്തിയതാണ്. സിനിമ കാണലും നിർത്തിയ സിനിമയിൽ നിന്ന് മാറിയതാണ്. അവർ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. അവർ വിലയിരുത്തൂല്ലേ പടം? എത്ര പടങ്ങൾ നമ്മൾ അതിഭീകര പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പുറത്തുള്ള പടങ്ങൾ ഞാൻ കണ്ട് നാളൊരു സ്ക്രിപ്റ്റിംഗ് കണ്ട്, ട്രാഫിക് പോലെ, റോഡ് പോലത്തെ ഒരു പടം. അത് 20 കൊല്ലം മുമ്പ് സെയിം സ്ക്രിപ്റ്റ് ഇവിടെ നടന്നതാണ്. അപ്പം നമ്മൾ ഞാൻ എന്തെന്നാണ് പറഞ്ഞത്, അത്ര ക്വാളിറ്റി സിനിമസ് ഇല്ല, ശരിക്കും ഇല്ല. അത് തന്നെയാണ് സത്യം. സിനിമ ഇല്ല. കാരണം ഞാൻ 80ൽ സിനിമ കണ്ടവനാണ്, 90ലും സിനിമ കണ്ടവനാണ്. തമാശപ്പടമുണ്ട്. ഞാൻ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട തമാശപ്പടം റാംജി റാവു സ്പീക്കിംഗ് ആണ്. അവരിൽ നമുക്ക് അവരുടെ കഷ്ടപ്പാട് അറിയാം. അവരുടെ തുണിയിൽ നമുക്ക് കഷ്ടപ്പാട് അറിയാം. ഇന്ന് തുണിയിൽ കഷ്ടപ്പാട് അറിയാൻ പറ്റില്ല, തുണിയിൽ പണക്കാരനാണെന്ന് അറിയാൻ പറ്റില്ല, ആരും അറിയാൻ പറ്റില്ല. അത് സിനിമ മോശമായതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോഴാണ് ഒന്നും കൂടി മാറി വന്നത്. അതിൻ്റെ ഭാഗത്തിൽ ഞാൻ പെട്ടു. കമ്പട്ടിപ്പാടം, പല പടങ്ങളുണ്ടായി വരുന്നുണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ട് വരും. എന്തായാലും അത് മാറിയിട്ടുണ്ട്, മാറണം, മാറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനൊക്കെ ഇങ്ങനെ എനിക്കൊരു അവാർഡ് വന്ന് സ്പേഷ്യൽ അങ്ങനെ ആയി തുടങ്ങി. സിനിമ എൻ്റെ ഒരു ഞാൻ ചിന്തിച്ചതിൽ സിനിമ 100% ഒരു ഡയറക്ടറിൻ്റെ കയ്യിലാണ്. ഡയറക്ടർ ഇല്ലാതെ ഒരു പടം ഉണ്ടാവില്ല. അതാണ് എൻ്റെ സത്യം. അത് ഡയറക്ടറിന് അതിൽ നിന്നുള്ള നട്ടല് വേണം. ഡയറക്ടർ മാത്രമാണ് ഒരു നല്ല സിനിമ ഉണ്ടാക്കുന്നത്. ഒരു മൂവിയുടെ ഡയറക്ടറിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ, അയാൾക്കേ പറ്റുള്ളൂ. നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കുറേ കാര്യങ്ങൾ. പക്ഷേ ഫൈനലി പുള്ളി സൂട്ടിൽ വന്നിട്ട് പുള്ളിയാണ് ഇത് വേണ്ട, അത് വേണം, അത് വേണ്ട, അത് ആ ഡിസിഷൻ എടുക്കുന്നത് പുള്ളിയാണ്. അപ്പോൾ എന്നും സിനിമ ഡയറക്ടറിൻ്റെ തന്നെ. ഞാൻ കണ്ടിട്ടുള്ള മോഹൻലാൽ സാറിൻ്റെ പടം, മമ്മൂട്ടി സാറിൻ്റെ ഒക്കെ പടങ്ങൾ പഴയതുകളിൽ വെച്ച് നോക്കി നമുക്ക് ഇന്ന് നോക്കുമ്പോൾ നമുക്ക് ആ വേരിയേഷൻ മനസ്സിലാകുന്നുണ്ട്. ഒരു തുണി പോലും കറക്റ്റ് അല്ല. അതാണ് എനിക്കങ്ങനെയാണ് തോന്നിയത്. പല സ്ഥലത്തും ഇടുന്നത് ഡ്രസ്സ് പോലും കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പല സ്ഥലത്തും. ഒറിജിനൽ സിനിമയാണെങ്കിൽ അത് ചെയ്യാം, സത്യം. മോഡേൺ സിനിമയാണെങ്കിൽ മോഡേൺ ചെയ്യണം. പക്ഷേ അതും ചെയ്യുന്നില്ല, ഇതും ചെയ്യുന്നില്ല. അതാർന്ന് നടന്നുകൊണ്ടിരുന്ന വെച്ചാൽ അത് മാറും. അത് മാറ്റി തുടങ്ങി. കമ്മട്ടിപ്പാടം അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള ഇപ്പോൾ എല്ലാം വന്നിട്ടുള്ള ചെറിയ പടങ്ങൾ എല്ലാം ചെറിയ പടമാണ്, വളരെ ചെറിയ പടങ്ങളാണ്. മഹേഷിൻ്റെ പ്രതികാരം, കലി. ഞാൻ റാഫി മെർക്കാട്ടിനിലെ റാഫി സാറിൻ്റെ പടം ചെയ്യാൻ ഓർണം, റോൾ മോഡൽസ് എന്ന് പറഞ്ഞിട്ട്. ഫൺ മൂവിയാണ്. എൻ്റെ ലൈഫിൽ ഞാനത് ചിന്തിച്ചത് ഇപ്പോൾ 3 കൊല്ലം മുമ്പാണ്. ഞാൻ എന്ത് ജാതിക്കാരനാണെന്ന് ചിന്തിച്ചത്. അത് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് ചിന്തിക്കാണ്ടിരിക്കുക, ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ
വീണ്ടും പഠിച്ച വേറൊരു പടം. എന്തോ എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ മലയാള ലോകത്ത് എല്ലായിടത്തും വേർതിരിവുണ്ടാവും. എല്ലായിടത്തും വേർതിരിവുണ്ടാവും. കറുത്തവരുണ്ടാവും, വെളുത്തവരുണ്ടാവും, ചുരുണ്ട മുടിക്കാരുണ്ടാവും, ചിങ്കീസ് ഉണ്ടാവും. അത് എല്ലായിടത്തും ഉള്ളതാണ്. അവരവരങ്ങനെ കൂടും. പത്രക്കാരിൽ വേർതിരിവില്ലേ? ഉണ്ട്. പരമമായ സത്യമാണത്. ആ സത്യം തന്നെയാണ് ഞാൻ പറയണത് എപ്പോഴും. വേർതിരിവ് ഉണ്ടാകണം. വാറുണ്ടാകും ലോകത്ത്. ലോകം നിൽക്കുന്നത് വാറിലാണ്. അവസാനം വരെ വാറുണ്ടാവും, പ്രണയം ഉണ്ടാവും. ലോകം നിൽക്കുന്നത് പ്രണയത്തിലാണ്. അതിനുവേണ്ടി വാറുണ്ടാവും. ഇതെല്ലാം എന്നുള്ളതാണ്. ശാന്തി എന്ന് പറയാൻ ഒരിക്കലും ഉണ്ടാകില്ല. അത് നമ്മൾ വെറുതെ പറയുന്നതാണ്. ഒരിക്കലും ഉണ്ടാകുന്നത് വാറ് മസ്റ്റാണ് ലോകം നിലനിൽക്കാൻ. എനിക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല ചേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞത് അതൊരു ഡയറക്ടറിൻ്റെ കയ്യിലാണ്. അതാണ് എനിക്കിപ്പോൾ രാജീവിൻ്റെ അടുത്ത പടം വിളിക്കുമ്പോൾ എനിക്ക് പോകാം. അല്ല, എനിക്കറിയുന്ന ആൾക്കാരായിട്ട് പോകാമെന്നല്ലാതെ ഞാൻ എന്നോട് ചോദിച്ചു, ഞാൻ കഥ കേൾക്കാറില്ല പടം ചെയ്യുമ്പോൾ. ബേസ് ലൈൻ കേൾക്കുക, സ്ക്രിപ്റ്റൊന്നും ഞാൻ കേൾക്കാറൊന്നുമില്ല. കാരണം എനിക്കതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് വിശ്വാസമില്ലയെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്ത് നമ്മൾ അഭിനയിച്ചെല്ലാം കഴിഞ്ഞ് ഷൂട്ടിൽ വരുമ്പോഴത്തേക്ക് അതും കട്ട് ചെയ്ത് പോയിട്ടുണ്ടാകും. വെറുതെ വെയിലത്തിരുന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കതിൽ വിശ്വാസമില്ലാതായി. പല കാരണങ്ങളാൽ ചിലപ്പോൾ അവിടെ ജോഗ്രഫിക്കലി അല്ലെങ്കിൽ നേച്ചറിൻ്റെ എന്തെങ്കിലും പ്രശ്നം, ചിലപ്പോൾ സീനുകൾ മാറിപ്പോകാം, ഷൂട്ട് നടക്കാതെ വരാം, ആ സീൻ വേണ്ടാന്ന് വെക്കാം. അപ്പോൾ അതൊന്നും ഇല്ല. സ്ക്രിപ്റ്റ് ഒരു ഫൈനലി ഉണ്ടാകുന്നത്. സ്ക്രിപ്റ്റ് ബേസിക്കലി ഒരു മെമ്മറി ലോക്കാണ്. അത് മെമ്മറി നല്ലോണം ഉള്ളവന് സ്ക്രിപ്റ്റിൻ്റെ ആവശ്യമില്ല. കമ്മട്ടിപ്പാടത്തിൽ പടത്തിനായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. പക്ഷേ രാജീവ് വന്ന് പറഞ്ഞതുപോലെ പടം ഇത്തിരി വലുതായിരുന്നല്ലോ, അത് മാത്രമേ ഉള്ളൂ. അതെ, അത്ര 4 മണിക്കൂർ പ്ലസ് ഉണ്ടായിരുന്നു. അത് ഫൈനൽ ഞാൻ നേരത്തെ പറഞ്ഞ അത് ഡയറക്ടറിൻ്റെ കയ്യിലാണ്. ഡയറക്ടർ അത് ഷൂട്ട് ചെയ്ത് കട്ട് ചെയ്ത് പുള്ളി കമ്മട്ടിപ്പാടം ഇറക്കി. വയറ് വെക്കാനായിട്ടായിരുന്നു ആദ്യം കുറേ നാൾ നടന്നത്. അതിനുള്ള കുറേ അലമ്പായിരുന്നു കുറച്ച് നാൾ. മദ്യപാനം പറഞ്ഞു, നല്ല തീറ്റയും മദ്യപാനം പറഞ്ഞു. പിന്നെ ഫേസ് എല്ലാം ഓൾമോസ്റ്റ് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അതാണ് മെയിൻ പണി. നല്ലോണം എടുത്ത് ദെൻ 40 ദിവസം കൊണ്ട് തിരിച്ച് വീണ്ടും 62 കിലോയിൽ വന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര ഹാർഡ് വർക്കായിരുന്നു എനിക്ക്. രാത്രി 9 മണിക്ക് ഓടും, രാവിലെ 5 മണിക്ക് സൈക്ലിങ് ചെയ്യും. ഭക്ഷണം കട്ടായിരുന്നു. അത് മാത്രം, അത് ബോഡി അതിലോട്ട്. പക്ഷേ എനിക്ക് എന്നാലും അതൊക്കെ സന്തോഷമായിരുന്നു. ഇങ്ങനെ ഒരു പരിപാടിയാണല്ലോ എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എൻ്റെ ടാർഗറ്റ് അവാർഡല്ല, ഞാൻ പറഞ്ഞില്ല. എനിക്ക് അവാർഡ് ആയിരുന്നില്ല എൻ്റെ പരിപാടി. എനിക്കൊന്നും ഇതേപോലെ വന്നൊന്ന് സംസാരിക്കണം, ഒരു സിനിമയിലെ നടനായിട്ട് ഇരിക്കണം, അതിനൊരു അംഗീകാരം ഉള്ളായിരുന്നു. ഞാൻ തന്നെ ഇപ്പം ഈ 3 കൊല്ലം 4 കൊല്ലമായിട്ടുള്ള ഇങ്ങനെ കൊള്ളാവുന്ന ഒരു പടങ്ങൾ വന്നു തുടങ്ങിയിട്ട്. ഞാൻ 20 കൊല്ലം എന്ന് പറഞ്ഞിട്ട് ബാക്കി 15 കൊല്ലം എനിക്ക് വന്നിരിക്കാനായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് സ്വന്തമായിട്ട് തോന്നണ്ടേ, അതില്ല. അങ്ങനെ ഒരു പടം ഞാൻ ചെയ്തിട്ടില്ല. പല ആൾക്കാരും പറയുമ്പോൾ എനിക്കും തോന്നണ്ട അങ്ങനെ പടം ചെയ്തിട്ടുണ്ടോ, ഇല്ല. ഞാനെല്ലാം നോക്കുന്നുണ്ട് പടങ്ങൾ. അത്ര വല്ല ഭീകര പടം വന്നിട്ടില്ല. ഞാൻ ഇവിടെ തെറിച്ച് നടക്കുന്ന ഒരു പയ്യനായിരുന്നു. ഒരു 19-20 വയസ്സ്. തെറിച്ചെന്ന് വെച്ചാൽ എന്നെ പിടിച്ചാൽ കിട്ടില്ല, അത്ര തെറിച്ച് കിടക്കുന്ന മനുഷ്യനാണ് ഞാൻ. അന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ മതം ജാതി ആ ചിന്തയില്ല. അതൊക്കെ ആയിരിക്കാൻ ചിലപ്പോൾ എനിക്ക് കൂടുതൽ പവർ തന്നത്. അതൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബാക്കിലോട്ട് പോകും. ഒരു സമയത്ത് മീഡിയ എന്നുള്ളതല്ല, ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ആലോചിച്ച 1-2 ആഗ്രഹങ്ങളിലാണ്. ഒന്ന് പോസ്റ്ററിൽ വരിക എന്നുള്ളത് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഏതാണ്ട് ബിഗ് ബി പടം എത്തണ വരെ ഞാനത് ശ്രമിച്ചെന്നുള്ളതാണ്. ഏതാണ്ട് 18 കൊല്ലം എടുത്തത് ഒരു പോസ്റ്ററിൽ വരാൻ. അതെൻ്റെ വിശ്വാസം കറക്റ്റ് ആണെങ്കിൽ എനിക്കൊന്ന് ബിഗ് ബിയിലാണ് കുറേ ആൾക്കാരെ നിരത്തി ആരഭിനയിച്ചാലും പോസ്റ്ററിൽ വരുന്ന ഒരു പരിപാടി. അപ്പോഴത്തേക്കും IT വന്ന് പ്രിൻ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നെറ്റിൽ കയറിക്കോളൂ. അപ്പം നെറ്റിൽ നമ്മുടെ പേരിലൊരു പോസ്റ്റർ നിൽക്കുക, അത്രയൊന്നും ആളെടുത്തു. അപ്പോൾ അത് എനിക്കൊരു അത് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളതാണ്. ഞാൻ പത്രക്കാരൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല സത്യം.
ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഇത് തന്നെ. ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് നുണ പറയാനായിട്ട് വയ്യ. ഞാനത് അതിഗംഭീരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതുവരെ. അതാണ് എൻ്റെ സത്യം, അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആ പ്രതിഷേധമാണത്. അത് അവാർഡല്ല, അത് വിനായകനും അല്ല, അത് വേറെ എന്തോ പ്രതിഷേധമാണത്. ഞാൻ ആ പ്രതിഷേധത്തിനാണ് നേരത്തെ ഞാൻ പറയുന്നത്. ഒരു പാർട്ടി തന്നെ ഉണ്ടായി ഡൽഹിയിൽ, സെയിം പ്രതിഷേധം തന്നെയാണത്. അവിടെ ആ പെൺകുട്ടി മരിച്ചെന്ന് പറയണ അത് പെൺകുട്ടി ഓക്കെ, അത് പക്ഷേ ആരോടൊക്കെയോ യുവാക്കൾക്ക്, അവിടെ വന്നതെല്ലാം യുവാക്കളാണ്, അവർക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. അത് ആരോടാണെന്നുള്ളത് അറിയാം, എനിക്കും അറിയാം, ഇവിടെ ഇൻ്റലിജൻസിനെ അറിയാം അതെന്താണെന്നുള്ളത്. അത് തന്നെയാണ് ഇതിലും ഞാൻ കണ്ടത്. എൻ്റെ ഇതിലും കണ്ടത് ഞാൻ അവാർഡ് വാങ്ങണതല്ല, ആരുടെ എന്താണ് ആ പ്രതിഷേധം എന്ന് എനിക്കറിയില്ല. ഞാൻ നിൽപ്പ് സമരം കണ്ടപ്പോൾ അത് തന്നെ എനിക്ക് മനസ്സിലായത്. വെറുതെ ആൾക്കാർ എൻ്റെ വീടിൻ്റെ മുമ്പിലൊക്കെ തിരിപിടിച്ച്, അത് എന്തിൻ്റെ ഒരു പ്രതിഷേധമാണത്. ആയിരിക്കണം, ചിലപ്പോൾ നമ്മളത് ചിന്തിക്കണം. അത് ഇത് മോശമായി പോകുമെന്നുള്ളതാണ്. ഞാനത് സംസാരിച്ചു കഴിഞ്ഞാലേ ഒന്ന് പിന്നലെ റോട്ടിലെ പിള്ളേരെയൊക്കെ തല്ലിക്കൊണ്ട് പോകുന്നത് അതെന്താണെന്ന് പോലും മനസ്സിലാകില്ല. വെറുതെ കുറേ ആൾക്കാർ കൊടി പിടിച്ച് വന്നിട്ട് നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ തല്ലുക എന്നുള്ളതാണ്. ലോകം നിൽക്കുന്നത് തന്നെ പ്രേമത്തിലും പ്രണയത്തിലുമാണ്. അപ്പോൾ അതിനെ തല്ലിപ്പൊളിക്കാൻ പോകുന്നു പറഞ്ഞത്, പിന്നെ ലോകം എന്തിനാണ് നിൽക്കുന്നത്? ലോകം നിൽക്കുന്നത് പ്രണയമാണ്. പ്രണയം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ലോകം? അപ്പോൾ പ്രണയിക്കാൻ പാടില്ലെന്ന് ഇവരാരാ പറയണത്? എന്നിട്ട് ഇവിടുത്തെ എല്ലാ പ്രശ്നവും പ്രണയമില്ലായ്മയുടെ അല്ലേ? എല്ലാം പ്രശ്നങ്ങൾ എന്താ അടുത്ത കാലത്ത് നടന്നത്? ഡൽഹിയിൽ പെങ്കൊച്ചിൻ്റെ ഇത് തന്നെയായിരുന്നു പ്രശ്നം. അവിടെ വന്ന അത് തന്നെയാണ്. സ്വാമിയുടെ ജയിലിൽ നിന്ന് വീണതും അത് തന്നെയാണ്. റെയിൽവേ ട്രാക്കിൽ നിന്ന് ഉന്തിയിട്ടതും അത് തന്നെയാണ്. ഇപ്പം അടുത്ത് നമ്മുടെ സഹോദരിക്ക് വന്നതും അത് തന്നെയാണ്. പ്രശ്നം അതാണ്. എന്നിട്ട് ഇത് പിന്നെയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതാണ്. അതൊരു സൊസൈറ്റി എല്ലാവരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണത്. പിന്നെ എന്തിനാ ജീവിക്കണേ? പ്രണയം ഇല്ലെങ്കിൽ എന്തിനാ ജീവിക്കണം? കാശുണ്ടാക്കി വീട്ടിൽ കൊണ്ടുവെക്കാനാണ്. പ്രണയമാണ് അൾട്ടിമേറ്റ്. ഇനി കണ്ടമാനം പ്രണയം, അയ്യോ എന്തോരം കണ്ടമാനം. ഞാൻ ഇങ്ങനെയൊന്നുമില്ല, ഞാൻ ഭയങ്കര പ്രണയനാണ്. സത്യം 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 സത്യമാണ് അത്. പ്രണയിക്കാം, ആരെ വേണമെങ്കിലും പ്രണയിക്കാം. എന്തോരം പ്രണയം. പ്രണയമില്ലെങ്കിൽ നിൽക്കില്ല കേട്ടോ. അതാണ് നമ്മൾ തോന്നുന്നു നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അൾട്ടിമേറ്റ്ലി ഇടുന്ന ഷർട്ട് വരെ അതിന് വേണ്ടിയാണ്, എഴുതണ എഴുത്തും അതിന് വേണ്ടിയാണ്. എല്ലാം പെണ്ണാ. വിവാഹം ഇനിയും കെട്ടിയ ഭാര്യ തല്ലും. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എന്നെ വിട്ടത് തന്നെ ആൾക്കാരായിട്ടാണ്. അവിടുന്ന് ഒരു ഗ്യാങ് തന്നെ വന്നിട്ടുണ്ട്. എന്നിലും കൂടുതൽ ഭാര്യ തന്നെയാണ് അവരുടെ ആള്. എന്നെ പോലെ ഒരുത്തന്നെ ഒതുങ്ങണ്ടേ, അവള് പാവം. ഇതിൽ ഇവരെല്ലാവരും എൻ്റെ വളരെ സുഹൃത്തുക്കളാണെങ്കിലും വർക്കിൻ്റെ ഏരിയ എല്ലാവരും ഡിഫറെൻറ്റാണ്. രാജീവ് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ സംസാരിക്കാറില്ല എൻ്റെ താരം, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരും കൂടുതൽ സംസാരിക്കില്ല, ഇന്നതാണ് അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്യുന്നത് അമലാണെങ്കിൽ വന്നിട്ട് അത് വേണ്ടാന്ന് മാത്രമേ പറയുള്ളൂ. രാജീവ് ഒന്നുമില്ല, രാജീവ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അമ്പുൻ്റെ വർക്ക് കുറച്ചുകൂടി പുള്ളി ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പുള്ളി അതിലാണ്. പക്ഷേ എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെ. കഥ പോലും ഞാൻ കേൾക്കാറില്ല അവിടെ ഞാൻ കഥ ശരിക്കും കേൾക്കാറില്ല. ബേസിക് സ്ട്രക്ചർ മാത്രമേ ഉള്ളല്ലോ, സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കാറില്ല. എനിക്ക് കൂട്ടുകാരെല്ലാം ഒരേപോലെയാണ്. കൂട്ടുകാരല്ലാത്ത ആൾക്കാരാണ് കുറച്ചുകൂടി വേറെ ആയിട്ട് തോന്നുന്നത്. അവിടെ ഞാൻ ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി വേറെ രീതിയിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കാര്യം നടക്കും. ജോലിയെടുത്താൽ നടക്കും, എത്തും എന്നുള്ളത് തന്നെയായിരുന്നു.
അത് തന്നെയാണ്, അത് ഞാൻ അങ്ങനെ തന്നെ ഞാനത് പ്രയോഗിക്കണത്. ആരും അതിൽ മടിക്കണ്ട, എത്തിയിരിക്കും. ഞാനത് ഇന്ന് എൻ്റെ പ്രൊഡ്യൂസർ പ്രേം സാറിനോട് ഞാൻ പറയണമായിരുന്നു. സാറും രാജീവ് രവിയും ഇതൊരു ഒരു വാക്ക് തന്നെയാണ്. രാജീവ് രവി എൻ്റെ അടുത്ത് 94, 95, 96, 97 ടൈമിലൊക്കെ പറഞ്ഞിട്ടുള്ള ബേസ് ലൈനാണിത്. നമ്മുടെ നാട്ടിലുള്ള ഒരു സലീം രാജൻ റോഡ്, അതിനെ ബേസ് ചെയ്ത് രാജീവ് അന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയ രാജീവിൻ്റെ മെയിൻ എത്രയോ നാളുള്ള രാജീവിൻ്റെ ഇതിനു വേണ്ടി രാജീവ് നിന്ന് പറയുന്ന പോലത്തെ ഒരു പാടമാണ് കമ്മട്ടിപ്പാടം. അപ്പം ഞാൻ അതിനെ വേറെ രീതിയിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത്രയും നാൾ രാജീവ് രവി എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണമായിരുന്നു, പ്രേം സാറും എനിക്ക് വേണ്ടി കാശുണ്ടായിക്കൊണ്ടിരിക്കണമായിരുന്നു, ഞാനിതിലോട്ട് വരാൻ ഞാനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. ഞാനൊരു 20% ഉള്ളൂ, രാജീവ് 30, സാർ അതിലും കൂടുതൽ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ എന്തായാലും നടക്കും, നമ്മൾ വിചാരിക്കുന്നതല്ല കാര്യങ്ങൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടി വേറെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. രാജീവ് 20 കൊല്ലം കമ്മട്ടിപ്പാടത്തിന് വർക്ക് ചെയ്ത് ഗംഗക്ക് ഇത്രയും വലിയൊരു സംഭവം തരാനാണെങ്കിൽ എല്ലാവരുടെയും കാര്യം നടക്കും. നമ്മൾ വിചാരിക്കുന്നത് മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്നത് ഒന്നും നടക്കില്ല. ഇല്ല, എനിക്ക് ആ സ്ഥലം അത്ര എൻ്റെ സ്ഥലമാണ്. ഇല്ല, ഞാൻ ജീവിച്ചത് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ അഴുക്ക് വന്ന് കൂടുന്നത് എൻ്റെ വീട്ടിലാണ്. ഏറ്റവും കൂടുതൽ അഴുക്ക് എറണാകുളം സിറ്റിയുടെ അകത്ത എല്ലാ അഴുക്കും വന്ന് കൂടുന്നത് എൻ്റെ വീട്ടിലാണ്. ഏറ്റവും അവസാനം അഴുക്ക് ഇറങ്ങിപ്പോണതും എൻ്റെ വീട്ടിൽ നിന്നാണ്. 6 മാസം ഞങ്ങൾ വെള്ളത്തിൽ തന്നെ, ചെളിയിൽ തന്നെയാണ് 6 മാസം താമസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ കണ്ടിട്ടുള്ള സൂസൈഡുകൾ, ഞാൻ കണ്ടിട്ടുള്ള മോശക്കാര്യങ്ങൾ, അതെല്ലാം എൻ്റെ ജീവിച്ച് ഞാൻ വന്ന സ്ഥലത്തിൻ്റെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. എനിക്കറിയാം അതൊക്കെ കാണുമ്പോൾ എന്താണെന്നുള്ളത്. അതിൽ ഒരു ഗംഗയായി മാറാനോ അല്ലെങ്കിൽ ഒരു ബാലൻചേട്ടനോ കാണാനോ എനിക്ക് അത്ര സമയം വേണ്ടി വന്നില്ല. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടമാനം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഞാൻ എൻ്റെ ചിന്തയിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം എൻ്റേതായ രീതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ അതിൽ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ഗംഗയുടെ വീട് കൊണ്ടുപോണ വഴി, ഡെഡ് ബോഡി കൊണ്ടുപോണ വഴി, വീട്ടിലോട്ടുള്ള വഴി, ചെറിയ വഴി, അത് ഈ വ്യവസ്ഥയിലാണ്. ഞാൻ ചോദിച്ചത് അത് തന്നെയാണ്. അവിടെ 8, 10, 15 വീട്ടുകാർ 10, 60, 70 കൊല്ലമായിട്ടുള്ളവരാണ്. അപ്പോൾ അതേപോലെ കണ്ടമാനം കോളനികൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. തേവരെ ചെന്നാലും ഫിഷസ് എവിടെ ചെന്നാലും ആദ്യം ഉണ്ടായ ആൾക്കാരൊക്കെ കോളനിയായിട്ട് മാറുകയും അങ്ങനെയാണ് ഞാൻ കണ്ടത്. പോലീസുകാർ അങ്ങോട്ടാണ് വന്നത്, രാത്രിയാകുമ്പോൾ പോലീസുകാർ വന്നത് അവിടെയാണ്. അത് ഞാൻ ചെയ്തതല്ലത്. അതിൻ്റെ ഉത്തരം ഞാൻ അന്നും ചോദിച്ചതാണ്, ആരാണ് അതിൻ്റെ ഉത്തരം പറയേണ്ടത്? ഞാൻ നേരത്തെ ഒരു സങ്കടം പറഞ്ഞു, എൻ്റെ വീട്ടിൽ മഴ പെയ്ത 6 മാസം മഴയാണെന്ന്. ഇത് പറയുന്ന അതേ സമയം തന്നെ വേറൊരു വാക്കും കൂടി ഞാൻ പറയാനെന്ന് വെച്ചാൽ, ഞങ്ങൾക്കത് ഉത്സവമാണ്. അതാണ്, ആരും പണിക്ക് പോകാതെ ആ റെയിൽവേ ട്രാക്കിൽ കയറി നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വയലിട്ട് നോക്കി വെച്ചാൽ പറയുക, ചായ കുടിക്കാൻ പോയാൽ അയ്യപ്പൻ്റെ ചായക്കടയിൽ പോയി ചായ കുടിക്കുക. എൻ്റെ ബന്ധുക്കാരും എൻ്റെ മൂത്ത ആൾക്കാരൊക്കെ മരിച്ചപ്പോൾ ആ റെയിൽവേ ട്രാക്കിൽ കൂടി തന്നെ ഞങ്ങൾ ചുമന്ന് പുല്ലേപ്പടി ശ്മശാനത്ത് കൊണ്ട് അടക്കിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കൂരയുണ്ട്, അതുപോലും ഇല്ലാത്ത. അപ്പോൾ എനിക്കതൊരു വിഷമം അല്ലതാണ്, എനിക്കൊരിക്കലും അതൊരു വിഷമം ക്രിയേറ്റ് ചെയ്തതല്ല. ഞാൻ ഇവിടെ എത്തിയതിൽ മാത്രമേ സന്തോഷം. എനിക്ക് ഇല്ല എന്ന് പറയണതിൽ ഞാൻ ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും എനിക്ക് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പ്രശ്നം തന്നെയാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്.